അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊന്ന് പോകുന്നത് തിരുവനന്തപുരത്തേക്കാട്ടോ. അവിടെ ഒരു ഫിറ്റിംഗ് ഉണ്ട്, റീഫിറ്റിംഗ് ഉണ്ട്. ആരോ വെച്ചത് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി ശരിയാക്കാൻ പോവാണ്. അപ്പോൾ മോർണിംഗ് ആയി, ഇന്നലെ രാത്രി ട്രെയിനിലായിരുന്നു, തിരുവനന്തപുരം എത്താനായി. നമ്മൾ സാധാരണ കൊറിയർ അയച്ചൊക്കെയായിരുന്നു, പക്ഷെ അത് ഫിറ്റ് ചെയ്തത് ഒട്ടും ശരിയായിട്ടില്ല. അപ്പോൾ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തി ഇതാണ് മുതൽ, ഇവിടെയാണ് അത് ഫിറ്റ് ചെയ്തത്. എന്താ കംപ്ലൈൻറ്റുകൾ നമുക്ക് നോക്കാം. നൂലൊക്കെ ബ്ലോക്കായി വലിച്ച് ടൈറ്റാക്കിയിട്ടുണ്ട്. 2 നൂല് പൊട്ടി കിടക്കണമെന്നുണ്ട്. ഈ ഭാഗത്ത് നിന്ന് 3 നൂലുണ്ടാവും, ഒരു നൂല് പോകുന്നുള്ളൂ, അത് തന്നെ ഫുൾ ലൂസാണ്. ഇത് സിലിക്കോൺ വെച്ചാണ് ഫുള്ള് സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അടർത്തി എടുക്കാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ആ സിലിക്കോൺ ഫുള്ള് കത്തിയോണ്ട് കട്ട് ചെയ്ത് സാധനം പുറത്തേക്ക് എടുത്ത് പീസായിട്ടാണ് നമ്മൾ ഊരിയത്. കോണിൻ്റെ ഉള്ളിലായതുകൊണ്ട് പീസായിട്ടാണ് ഊരിയത്, അല്ലാതെ ഊരാൻ കഴിയില്ല. ഇനി ഫിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ നല്ല ഇടങ്ങേറുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാ സാധനവും അയച്ച് നൂലൊക്കെ അയച്ച് റീസെറ്റ് ചെയ്തിട്ട് വേണം ഇത് കയറ്റാൻ. നെറ്റിൻ്റെ ഭാഗത്താണ് കംപ്ലൈൻ്റ് ഉള്ളത്, അണികോമ്പ് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്ത് അവിടെ ഫിറ്റ് ചെയ്ത് കിട്ടും. അവിടെ ഫിറ്റ് ചെയ്യാൻ കുറച്ച് ഇടങ്ങേറുണ്ടായിരുന്നു, അത് വീഡിയോ ഒന്നും എടുക്കാൻ. ഞങ്ങൾ 2 ആൾ മാത്രമുള്ളതുകൊണ്ട് തന്നെ 2 ഭാഗത്ത് വെച്ച് വെക്കാനും പിന്നെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തത്. കുറച്ച് ഇടങ്ങേറായി ചെയ്യാൻ. അപ്പോൾ ഫോണിൻ്റെ ഉള്ളിലായി തന്നെ നീക്കാൻ കുറച്ച് ഇടങ്ങേറുണ്ട്. പിന്നെ ടൈറ്റായി കഴിഞ്ഞാൽ തീരെ നീങ്ങില്ല. അപ്പോൾ നല്ല സ്മൂത്തായി. അപ്പോൾ മോസ്കിറ്റോ നെറ്റ് ഫിറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തത്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫിറ്റിങ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങി. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരും.